ഗൈസ്, വെൽക്കം ടു ലുബായ് ഗേൾ 40 വ്ളോഗ്സ്. അപ്പോൾ മലേഷ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ എല്ലാവർക്കും പ്രായത്തിനല്ലേ? അപ്പോൾ ഇത് നമ്മളൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. നമ്മളൊരു എന്താ പറയുക, നമ്മളെ 10ാം ക്ലാസ്സിന്റെ ചെറിയൊരു മീറ്റപ്പ് വരില്ല അവിടെ വെച്ചിട്ട് ഇല്ലപോലെ കഴിക്കാന്നെല്ലാം ബീച്ചിൽ പോയത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കൂടെ നമ്മളിതാ അബാങ്ഷിയാബുണ്ട്, അതുപോലെ തന്നെ നമ്മളിതാ മുത്തുമണി പിന്നെ ഹായ് പിടിക്കുന്നതായിരുന്നു മനസ്സിലായി. ഇത് നമ്മളെ കാക്കടത്ത് സ്വദേശി ശ്രീമാൻ ഷൗക്കത്തലിയാണ് നമ്മൾ കൂടെ ഉള്ളത്. മൂപ്പർ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരുത്തരും കൂടി ഉണ്ട്, അമീർ ഖുസ്രു എന്നറിയപ്പെടുന്ന അമീർ ഷബീർ. അവനും കൂടി കാണുന്നുണ്ട്. മറ്റൊക്കെ ഇൻഷാല്ല കാണാം. അമ്മ അടുത്തേക്ക് പോകുന്നത് ഫോറസ്റ്റ് സിറ്റി. ഫോറസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു കടലുണ്ടായ സ്ഥലമാണ്. കടലിന്റെ സ്ഥലം അവിടെ ഐലൻഡ് ആക്കിയിട്ട് മൊത്തം പൂഴിയിലോട്ടിട്ട് വലിയ ബിൽഡിങ്ങൾ കണ്ടി വലിയ ഒരു സിറ്റി തന്നെ ആക്കിയിട്ടാണ്. പിന്നെ ഗൈസ് ഒന്നും നോക്കണ്ട, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മൾ ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് എത്താൻ പോകുന്നുണ്ട്. ഇതാണ് നമ്മളെ സ്വന്തം ഫോറസ്റ്റ് സിറ്റി. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. ആ ദൂരെ കാണുന്ന സംഭവമാണ് ഫോറസ്റ്റ് സിറ്റി കേട്ടോ. ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഇല്ലേ, എന്താണെന്ന് അറിയില്ല. അവിടെ പോയിട്ട് നോക്കേണ്ട അവസ്ഥയാണ്. അതിന് മുമ്പിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷബീറിനെ കാണാം ആദ്യം. ഷബീർ ഓൾറെഡി ഈ ഫോറസ്റ്റ് സിറ്റിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷബീറിന് നൈറ്റ് ഡ്യൂട്ടിയാണ് അവിടെ. അപ്പോൾ ഇപ്പോൾ ഓനെ വിളിച്ചിട്ടുണ്ട്, ഓനെന്തായാലും വരാമെന്നെല്ലാം പറഞ്ഞിനി. പിന്നെ ഉറങ്ങുന്ന ആളധികം ബുദ്ധിമുട്ടിക്കലും ഒരു ചൊറയാണല്ലോ. അപ്പോൾ ഇന്ന് ഏതായാലും അമ്മ വരുന്നതുകൊണ്ട് നീ ഉറങ്ങണ്ട, കുറച്ച് നമ്മളെപ്പം നിൽക്കുന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവന് നൈറ്റ് ഡ്യൂട്ടിയാണ്, 10 മണിക്ക് ജോയിൻ ചെയ്യണം. നമുക്ക് ആദ്യം പോയിട്ട് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനൊന്ന് കണ്ടിട്ട് ഓനെ കുറച്ചൊന്ന് ഉറങ്ങാൻ വിടാം. എൻ്റെ അമ്മ തിരിച്ച് പോകുന്ന സമയത്ത് ഓനെ കൂട്ടിയിട്ടൊന്ന് ഫുഡെല്ലാം കഴിച്ചൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലക്ഷ്യം ഫോറസ്റ്റ് സിറ്റിയല്ല ഷബീർ. ഓക്കെ, ലെറ്റ്സ് ഗോ. കിട്ടിട്ടാ ഞാൻ നമ്മളെ അമീർ ഷബീർ ഖുസ്രു നിലയിലാണ് മേലോട്ടിലും കാണിച്ചു കൊടുക്കും. ഓ ഗൈസ്, ഫൈനലി നമ്മൾ റീച്ച് ചെയ്തിട്ടാ നമ്മളെ സ്ഥലം ഫോറസ്റ്റ് സിറ്റി. ഇങ്ങനെ ഇവിടുന്ന് കാണുന്നുണ്ടാവും സംഭവം, ബാക്കിൽ കാണുന്നില്ലേ? മെയിൻ എൻട്രൻസിൽ വിടുന്നുണ്ടായിട്ട് അതിൽ എന്തോ ഒരു പറയുന്നുണ്ട്. നമ്മൾ നേരെ ഇപ്പം പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് ഉത്തിരിപ്പുറത്തെ ഒരു സൈഡിലേ കയറി. ശരിക്കും തോന്നുന്നു ഇപ്പം ഈടെ തന്നെയാന്ന് തോന്നുന്നു മെയിൻ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന അവസ്ഥ നോക്കുക. കാണുമ്പോൾ തന്നെ കാണുന്നില്ല, ഒരു ബീച്ചിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആണ്. പക്ഷേ ഇതിൻ്റെ കഥയെല്ലാം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും മലേഷ്യയിലെ ജോർ ബഹ്റു എന്നുള്ള സ്ഥലത്ത് ഇസ്കന്ദർ പുത്തേരി എന്നുള്ള ഒരു റെസിഡൻഷ്യൽ ഡെവലപ്മെൻ്റ് ആയിട്ടാണ്, അതേപോലെ തന്നെ ഒരു സ്വകാര്യ നഗരവുമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഈ ജോർ ബഹ്റുവിൻ്റെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു മലേഷ്യയിൽ 2ാമത്തെ ഒരു വലിയ ജില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ 2006 ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായി, 20 വർഷത്തെ നിക്ഷേപ പദ്ധതി. ഭയങ്കര സംഭവം പ്രൊജക്റ്റായിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ഭൂരിഭാഗിലെ ചൈനീസ് സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ടീം പണം വാരി എറിഞ്ഞു. ഭയങ്കര സംഭവമല്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ കടൽ നികത്തിയിട്ടുള്ള കളിയാണ് മൊത്തം. നല്ല പൈസ എടുക്കാനല്ലേ. ഇനിയിപ്പോൾ കാണുന്നില്ലേ, നല്ല ലുക്കില്ല കാണാൻ വേണ്ടി. എന്ത് രസം! ഒരു എന്താ പറയണ്ട, ഒരു ലോകം തന്നെ ശരിക്കും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. ലേശം കൂടി നോക്ക്, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഭയങ്കര മിനിയേച്ചർ ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ കയറിയാൽ. നമുക്ക് അത് നോക്കി നോക്കാമല്ലോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം കേട്ടോ. ഉള്ളിൽ എന്താ അവസ്ഥയാണെന്ന് നോക്കാം. നല്ല ഫുഡെല്ലാം വെക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഫോറസ്റ്റ് സിറ്റീൻ്റെ ഉള്ളിലെ മിനിയേച്ചർ. ഇങ്ങനെയാണ് ഈ സംഭവം ഉദ്ദേശിച്ചത്. കടലില്ലേ, കടൽ ഫുള്ള് മണ്ണിട്ട് നേരത്തിയിട്ട് കടലിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇതാണ്. അപ്പം ഒന്ന് കാണിച്ചു കൊടുക്കല്ലോ.
നിലവിൽ പൂർത്തിയായ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്നില്ല, വലിയൊരു ഇങ്ങനെ എന്താ പറയുക കുത്തുമ്പിനാറ് കണക്കത്തൊരു സാധനം. അതാണ് പ്രൊജക്റ്റ് പൂർത്തിയായത്. എന്ത് സംഭവമല്ല ഇത് കാണുമ്പോൾ. ഇതാണ് ഇവർ ഉദ്ദേശിച്ച സംഭവം. കടൽ ശരിക്കും പറഞ്ഞാൽ മണ്ണിട്ട് നികത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സംഭവമെല്ലാം കൊണ്ടുവന്നിട്ട് ഏതാണിങ്ങനെ മിനിയേച്ചറിലാണ് ഇതാ ബോട്ട് കടൽ അത് ഇതെല്ലാം നോക്കുമ്പോൾ ശരിക്കും ഒരു സമ്മതിക്കണപ്പം. മാഷാ അല്ലാ, എന്തെന്നാണ് ഇത് സംഭവം തന്നെ ഇരിക്കുന്നില്ല. അത്രയും അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇല്ലാത്ത സംഭവങ്ങളില്ല. ബിൽഡിങ്ങിൽ മെയിനായിട്ടുണ്ടല്ലോ, ഇനി നിലവിൽ ഉണ്ടാക്കിയ ബിൽഡിംഗ് തന്നെ ഭയങ്കരമായിട്ട് ചെടികളുണ്ട് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് അതിൻ്റെ നടുവിലെ റോഡുകൾ കാര്യങ്ങൾ, അതേപോലെ തന്നെ രണ്ടും കൂടി മുട്ടിക്കാൻ വേണ്ടിയുള്ള പാലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സ്കൂളുണ്ട്, അതിൻ്റെ ഉള്ളൊരു ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ബോട്ടിങ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിന്. പെട്ടെന്ന് വേണ്ടത് ഇപ്പോൾ ഒന്നും കാര്യങ്ങളുണ്ടല്ലോ, ഒന്നും ഇല്ല അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് വിഷമമായി അവിടെ പോയിട്ട്. ഇത്രയും പൈസ ചിലവിട്ടിട്ട് എത്ര കോടികളായിരിക്കും പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ പോകുമ്പോൾ തന്നെ ആരും ഇല്ല അവിടെ. അത്യാവശ്യം 2-3 ആൾ മാത്രം ഇങ്ങനെ ഉണ്ട്. വേറെ പൊതുവേ ഞാൻ സെക്യൂരിറ്റിനോട് വെറുതെ ചോദിച്ചു. സെക്യൂരിറ്റി പറഞ്ഞാൽ തന്നെ അവസ്ഥയില്ല, ആളൊന്നുമില്ല. ഞാനൊരു 8 മണിയാകുമ്പോൾ പോവും. 8 മണിയാകുമ്പോൾ ഇത് പൂട്ടും. 8 മണിയാണ്ട് ഒരു 7-7 മണിയാകുമ്പോൾ തന്നെ പൂട്ടിയിട്ട് പോകും പോലും. അപ്പോഴത്തേക്ക് തന്നെ ആരും ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഇത്രയും സംഭവം ഇവരിങ്ങനെ ആക്കിയില്ല അല്ലേ. ഓഹ്, ഒന്നും പറയാനില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഹാറ്റ്സ് ഓഫ്. അത്രയും ഭയങ്കര സംഭവം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ അവിടെ ഒരു ഗോൾഫിൻ്റെ ഉണ്ട്. ഇത് ഗോൾഫിൻ്റെ ഒരു സംഭവം, ഗോൾഫിൻ്റെ ഒരു ക്ലബ്ബ്. ഗോൾഫ് കളിക്കാൻ വേണ്ടിയില്ല, അതിനായിട്ട് വേറെ തന്നെ ഒരു സംഭവമാക്കിന്. അടുത്തേക്ക് നമ്മൾ പോയിട്ട് ഇവിടുത്തെ തന്നെ അവസ്ഥ അങ്ങനെ ആയിരിക്കും വെച്ചിട്ട് ഇതിലുണ്ടാവില്ല എഴുതിയിട്ട് ഇത് മോർ ദാൻ ജസ്റ്റ് ഗോൾഫിനായിട്ട് വേറെ തന്നെ ഒരു സംഭവം കെട്ടിപ്പടുത്തുയർത്തിനാ പറഞ്ഞു. ഉഫ്, നേരത്തെ ഞാൻ പറഞ്ഞത് ഈ ബിൽഡിങ്ങാണ് പൂർത്തിയായെന്ന് പറഞ്ഞത്. ഇതിൽ കുറച്ച് ആളെല്ലാം തോന്നുന്നു. പക്ഷെ എന്നാലും വിചാരിച്ചത്ര ആളൊന്നുമില്ല. ഇതാണ് ഏകദേശം ഒരു സെറ്റായിട്ടുള്ള ബിൽഡിങ്. ശരിക്കും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ എൻട്രൻസ് വരുന്നത് ആ കാണുന്നതാണ്, ആ ഭാഗത്താണ് വരണത്. പക്ഷേ അന്നേരം ആ സമയത്ത് അവിടെ എന്തോ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ബാക്കിലേ വന്നിട്ട് പാർക്കിംഗ് വഴി കുറ്റിൽപ്പുറത്തേക്ക് കയറിയത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ശരിക്കും വരുന്നത്. ഈ ഭാഗത്തേക്കാണ് എൻട്രൻസ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ കാര്യങ്ങളും ഇങ്ങനെ കാട് നോക്കിയാലും കാണുന്നില്ല, ചെടികൾ തന്നെ, പച്ചപ്പ് തന്നെ മെയിൻ. അത് മലേഷ്യൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എവിടെ പോയി കഴിഞ്ഞാലും പച്ചപ്പും കാര്യങ്ങളും എല്ലാം. എവിടെയെല്ലാം ചെടി കുത്തിക്കയറ്റാൻ പറ്റും അവിടെ എല്ലാം ചെടി കുത്തിക്കയറ്റിന് മൊത്തം. ഇനി ഓരോ ഫ്ലാറ്റിലായി കഴിഞ്ഞാലും എല്ലാം. ഇതിപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത്, താഴെയാണ് ബീച്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്കതൊരു കാര്യം ചെയ്യാം, താഴേക്ക് ഇതിൻ്റെ ഒന്ന് ബീച്ചിലേക്ക് പോയേക്കോ. ബാ, ബീച്ചിലും ഈ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ട് വലിയ ആളൊന്നും കാണുന്നില്ല. ഇങ്ങനെ ഒറ്റയും തെറ്റായിട്ട് ആടുകിടെല്ലാം ആളെ കാണുന്നുണ്ട്. പിന്നെ അമ്മ പറഞ്ഞ കുറച്ച് സമയം ഏതായാലും വന്ന സ്ഥിതിക്ക് ബീച്ചിലെല്ലാം കുറച്ച് സമയം ഇരുന്നിട്ട് ഒന്ന് കാഴ്ചകളെല്ലാം കണ്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് പോകാനായിട്ട് നിന്ന്. കണ്ടെയ്നറിനെല്ലാം കുറേ സംഭവം ഈ കാണുന്നതല്ലേ മറ്റേ കപ്പലിൻ്റെ സംഭവം, ഷിപ്പ്യാർഡെല്ലാം അത് മൊത്തം കാറ്റിൽ ഞാൻ പറഞ്ഞ ഒരു 20 വർഷം മുമ്പേ ഏകദേശം 2006 പ്രഖ്യാപിച്ചു. 2016 അന്നത്തെ മലേഷ്യൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് അതുപോലെ തന്നെ ജോഹർ ബറു സുൽത്താൻ ഇബ്രാഹിം ഇസ്മായിൽ അവർ അംഗീകാരത്തോടെ സംഭവം തുടങ്ങി എന്ന് പറഞ്ഞത്. അപ്പോൾ പദ്ധതി ലക്ഷ്യം വെച്ച് മലേഷ്യക്കാരല്ല, ശരിക്കും മറിച്ച് ചൈനയിൽ നിന്നുള്ള ഉയർന്ന ഒരു ഇടത്തരം പൗരന്മാരെ വെച്ചിട്ടാണ് അവർ ഈ പരിപാടി തന്നെ പ്ലാൻ ചെയ്തത്. എന്താ വെച്ചാൽ വിദേശത്ത് അവർ ആൾക്കാർ എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇട്ടിട്ട് ആടെ എന്താക്കും പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമം ശരിക്കും നടന്നത്. എന്തായാലും ചൈനയിൽ നിന്നുള്ള പ്രാരംഭ ശക്തമായ വിൽപ്പന തകർന്നതിന് ശേഷം എന്താക്കി വെച്ചാൽ 2022 മലേഷ്യൻ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അതുപോലെ തന്നെ COVID-19 വന്നു. എല്ലാം കൂടി എന്താക്കി ആ അലാക്കിൻ്റെ അവലും കഴിഞ്ഞിട്ട് പദ്ധതി ആകെ വഷളായി. പദ്ധതി വഷളായെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ച ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അത് തുടങ്ങിയത് തന്നെ. പിന്നെ 2022 ഈ പദ്ധതിനെ പ്രേത നഗരം എന്ന് വിശേഷിപ്പിക്കുക ആൾക്കാർ.
ഇത്രയും കോടികൾ പൊടി പൊടിച്ചിട്ട് സംഭവം നടന്നിട്ട് ആളില്ലാണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു അവിടെ ഒരു മനുഷ്യന്മാരല്ല, ഇത് പ്രേതാലയാണത്. ഒരു 7 മണിയാകുമ്പോൾ ഇത് പൂട്ടിപ്പോകുന്ന സംഭവം, ഒരു കുഞ്ഞിടില്ല പോലും. പിന്നെ വരാൻ പേടിയായിരിക്കും ഭയങ്കര. അങ്ങനെയുള്ള വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ഒരു വിഷമം. ഇത്രയും ഒരു സെറ്റപ്പ് എന്ത് ശരിക്കും ഉണ്ടല്ല ഇവിടെ വന്നവർക്ക് മനസ്സിലാവും. പക്ഷേ ഷിയാബ് പറയുന്നത് ഓനിക്ക് കുറച്ച് മുന്നേ വന്ന സമയത്ത് ഈനാങ്കട്ടി അടിപൊളി ഉണ്ടായിരുന്നു. പിള്ളേരെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്വിമ്മിങ് പൂളും പാർക്കും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇതാ ഷിയാബിൻ്റെ സ്വന്തം ആകാശത്തിലേക്ക് കയറുന്ന ഏണിയും ഈ സംഭവം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നാ അറിയില്ല, സംഭവം പരാജയം എന്നാ പറയുന്നത്. ഭയങ്കര വിഷമം തോന്നി ഇപ്പോൾ കേട്ടപ്പം തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നേരെ നമ്മളെ ഷബീറിനെയും കൂട്ടിയിട്ട് രാത്രി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് നേരെ എന്താക്കി ഈ റെസ്റ്റോറൻറ്റ് ഉസ്മാനിലേക്ക് വിട്ട്. ഉസ്മാനിൽ എന്ത് നല്ല ഫുഡില്ല നോക്കല. പേര് പറയാം. റോജ സിംഗപ്പൂർ. ഇത് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, അക്കരി, കോഴി. ഇത് നമ്മളെ പ്രിയ സഹോദരൻ ഷബീർ ബീച്ചേരിയ, ഷബീർ തിക്കൻപൂര്. ഇത് ഷൗക്കത്ത്. അങ്ങനെ ആകുമ്പം ഷിയാബുദ്ദീൻ്റെ സ്റ്റാർട്ടപ്പ് കഴിച്ചതിന് ശേഷം നല്ല ഞാൻ ചീസ് ഓർഡർ ചെയ്ത്. ഞാൻ ചീസ് ഇത് അങ്ങനെ തെങ്ങുമത്തി വലിച്ച് ഷിയാബ് ഞാൻ ചീസും പിന്നെ നല്ല അടിപൊളി തന്തൂരിയും അതെല്ലാം ഒന്ന് വിചാരിച്ചിട്ട് വാങ്ങീന്. ഷൗക്കത്തലി പറഞ്ഞ് 2 തിന്നാലും പറഞ്ഞു, 2 വാങ്ങിയിട്ട് നോക്കറാ ബിൽക്കുന്ന് 2 പോയിട്ട് 1 തിന്നാൻ കഴിയുമെന്ന് അറിയില്ല. തന്തൂരി നമുക്ക് എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കി നോക്കാം. നല്ല ചെറിയ പീസാണ് കിട്ടീന്, ഒന്ന് കടിച്ച് ബിലിച്ച് നോക്കി നോക്കാം. ഇനി അതിൻ്റെ അപ്പുറം നമ്മളെ എന്നാ പറയേണ്ടത് ഞാൻ ചീസും കൂടി ഞാൻ തിന്നു നോക്കിയിട്ട് അവർ 2 തോന്നിട്ട് അഭിപ്രായം വന്നു. ഷബീർ ഓൾറെഡി ആടുന്ന് ബിരിയാണിയെല്ലാം കുത്തിക്കയറ്റിയിട്ടാണ് വന്നത്. ഫുഡ് ആവറേജ് ആയിരുന്നു കേട്ടോ, പിന്നെ ഗുണമൊന്നും ഉണ്ടായിട്ടാണ്. അങ്ങനെ ആടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ തിരിച്ച് ഷബീറിനെ ഓൻ്റെ ഫ്ലാറ്റിൽ ആടെ തന്നെ കൊണ്ടാക്കണം. നേരത്തെ നമ്മൾ വന്ന സ്ഥലം ഫോറസ്റ്റ് സിറ്റിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു ഡെവലപ്പായ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, അതാണ് ഈ കാണുന്നത് അതിൻ്റെ രാത്രികാല കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആളുണ്ട്, അവരിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും. അപ്പോൾ ക്യാമറമാൻ ഷിഹാബുദ്ദീൻ വെള്ളാപ്പിനോടും ഷൗക്കത്ത് അലി മൗക്കോടിനുമൊപ്പം മില്ലു ബായ് KL14 ബൈ ബൈ.